ഒരാള് ചമ്മി നാറി അടപ്പ് തെറിച്ചിരിക്കുമ്പോഴാണ് അന്നെന്റെ ഉണക്ക തമാശ. നീ കാര്യമാക്കണ്ട പട്ടി. അല്ലട പട്ടി, നിനക്കാ വന്നവൾക്ക് രണ്ട് കാര്യം വെച്ച് കൊടുക്കാൻ പാടില്ലായിരുന്ന? അപ്പൊ അവരുടെ സൂക്കേട് തീർന്നേനെ. ഞാൻ കഞ്ഞിയും കുടിച്ച് നാലുകാലം നടക്കുന്നത് നിനക്കൊന്നും പിടിക്കാനില്ലല്ലേ. രാമ്പട്ടിയാണ് അങ്ങനെയൊക്കെ ചിലപ്പോ ചെയ്തെന്നിരിക്കും. എന്റെ ആടെ അവരുടെ കയ്യിൽ തോർത്തുണ്ടായിരുന്നു. അതാണ് ഞാൻ കുറയ്ക്കാതിരുന്നത്. തോർത്തുണ്ടെങ്കിൽ നിനക്കെന്താടാ? തോർത്തിന്റെ അടി കിട്ടിയിട്ടില്ലല്ലേ? നല്ല വേദനയാങ്ങോളെ, പുറം പൊളിയും. പിന്നെ അവര് തിന്നാനും തരില്ല. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ കിടന്നു. അവര് തന്നില്ലേലെന്താ, ആ ചെറുക്കൻ തരുവല്ലോ മൊത്തം മൊട്ടേ. ദേ പൂച്ചാരിപ്പണ്ണെ കഴിഞ്ഞ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എന്റെ കളി വാങ്ങാൻ നിൽക്കണ്ട. പറഞ്ഞേക്കാം. ഏത് മുട്ട തിന്ന കാര്യം? അതൊന്നും ഇല്ലെന്നേ. ഇവിടുത്തെ ആ ചെറുക്കനുണ്ടല്ലോ, അവൻ കാള മുട്ട വാങ്ങി തിന്നാറുണ്ട്. ചിലപ്പോ ഒരു കഷ്ണം എനിക്കും തരും. ദൈവക്ക് കൊടുക്കാറുണ്ട് ഒരു കഷ്ണം. ആ ആ ആ അയ്യോ, എന്നാ നായിക്കൂട്ടാ, നീ இந்த വീട് വിട്ടു പോകുമാ? നീ എന്തിനാണ് വീട് വിട്ടു പോണത്? നീ ഇവിടെ തന്നെ നിൽക്കണം. അവരങ്ങനെ പലതും പറയും. നമുക്ക് നാണമില്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അല്ലെ? നീ അവനെ കളിയാക്കി കൊല്ലാതടി. പട്ടി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് നീ ഇവിടെ ഇരിക്കെ. സമക്ക് ഇച്ചിരി കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിരിച്ച ഞാൻ ദ വാച്ച് ഡോ പ്രതിജ്ഞ എടുക്കുന്നു. ആ തള്ളവൻ എന്റെ കാലിൽ പിടിക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരു സാധനവും തിന്നില്ല. അവരുടെ ഒരു സാധനങ്ങളും സൂക്ഷിക്കില്ല. ഇത് സത്യം, സത്യം, സത്യം. ഞങ്ങളെ നിങ്ങളെ അവരവരെ തന്നെ നോക്കിയാൽ മതി. പട്ടിയാണെന്ന് വെച്ച് ആരും അന്തസ്സുള്ള തറവാട്ടിൽ തന്നെ ജനിച്ചത്.